നീയേ മുഖത്ത് വല്ല പൗഡറോ മൈദാമാവോ തേച്ച് പോയി അഭിനയിക്ക്. ഇതേ ഞാനങ്ങ് കൊണ്ടുപോവാ. ഇതെന്ത് മേക്കപ്പ് കിറ്റാ? ഇതെനിക്കുള്ളതാ, എനിക്കുള്ളത് മാത്രം. ഞാൻ ഈ ഡ്രസ്സൊന്ന് ഇട്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വേഗം ഇങ്ങോട്ട് വരാം. മാഷിന്റെ മേക്കപ്പ് കഴിഞ്ഞെങ്കിൽ മാഷ ഡയലോഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്തോ. ശരി, ചിന്നു പോയിട്ടോ. രമാമായി ചിന്നുവിനൊന്ന് ഫോൺ വിളിക്കേ. അവള് മേക്കപ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവളുടെ മുഖമൊക്കെ പൊള്ളി തുടങ്ങിയിട്ടുണ്ടാവും. അവളുടെ നിലവിളി കേൾക്കാനുള്ള കൊതി കൊണ്ടാ. ഒന്ന് വിളിക്കേ. ഒരിക്കലും ഫോണിൽ വിളിക്കാത്ത അവളെ ഞാൻ ഇന്ന് ഫോണിൽ വിളിക്കണം അല്ലേ? അതിനേക്കാൾ നല്ലത് അവളെ പൊള്ളിച്ച ഞാനാന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്ന. ഇതാണ് രമാദേവി കല്യാണിക്ക് സമ്മാനിച്ച മേക്കപ്പ് ബോക്സ്. ദക്ഷ എന്താ ഇവിടെ? ഒന്നുമില്ല, ചുമ്മാ. ഞാൻ മേക്കപ്പ് ചെയ്യട്ടെ, സമയായി. നിന്റെ ചമഞ്ഞൊരുങ്ങലേ എന്റെ മേക്കപ്പ് ബോക്സ് ഉപയോഗിച്ച് വേണ്ട. നിന്റെ മേക്കപ്പ് ബോക്സോ? ഇത് എനിക്ക് രമ മാഡം സമ്മാനമായിട്ട് തന്ന മേക്കപ്പ് ബോക്സാ. രമാദേവി മാഡം വേലക്കാരിക്ക് എന്തിനാ ഇത്രയും വില കൂടിയ സമ്മാനം കൊടുക്കുന്നത്? ഇതെന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ തന്നതായിരിക്കും. ഇത് കണ്ട് ആർത്തി മൂത്ത് നീ ഇത് തട്ടിയെടുക്കാൻ നോക്കിയതല്ലേ? ദേ, അനാവശ്യം പറയരുത്. ഇത് രമ മാഡം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. ഞാനിത് വിശ്വസിക്കില്ല. ആന്റി എനിക്ക് തന്ന ഗിഫ്റ്റാ നീ തട്ടിയെടുത്തത്. ഇത്രയും വില കൂടിയ ഒരു ഗിഫ്റ്റ് അണിയാനുള്ള യോഗ്യത നിനക്കുണ്ടോടി? വഴിയരികിലെ തെരുവ് കച്ചവടക്കാരുടെ പൗഡർ തന്നെ നിനക്ക് ധാരാളം. ഒരു വേലക്കാരിയുടെ മുഖത്തിനെ അത് മതി. ഇതേ എന്നെ പോലുള്ള ഹൈ ക്ലാസ് ലേഡീസിനെ അണിയാനുള്ളതാ. ദക്ഷ, വെറുതെ വാശി പിടിക്കരുത്. എനിക്ക് നാടകം അവതരിപ്പിക്കാൻ സമയമായി. ഞാൻ മേക്കപ്പ് ഇടട്ടെ. നിന്റെ മുഖത്ത് നീ എന്ത് വേണമെങ്കിലും ഇട്ടോ, പക്ഷേ അതെന്റെ മേക്കപ്പ് ബോക്സിന് പറ്റില്ല. ഇതേ എന്റേതാ. എനിക്കായിട്ട് ആന്റി ഗിഫ്റ്റ് തന്നതാ. ഇത് ഞാൻ നിന്നെ പോലുള്ള ഒരു തേർഡ് ക്ലാസ് പെണ്ണിന് തരില്ലടി. മാറടി അങ്ങോട്ടെ, മാറ. ഇതെടുത്ത് വെക്ക്. ദക്ഷ എന്തായി കാണിക്കുന്നേ? ഇത് മേക്കപ്പ് ധരിച്ചു കഴിഞ്ഞാ ഒരു പെണ്ണ് ആർട്ടിസ്റ്റ് ആവില്ല. ഒരു നടിയാവണമെങ്കിലേ മുഖത്തെ ഭാവം വരണം. കഥാപാത്രം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളുന്ന ഒരു പെണ്ണിനെ മേക്കപ്പിന്റെ ആവശ്യം പോലും ഇല്ല. എങ്കി നീ മേക്കപ്പ് ഇല്ലാതെ സ്റ്റേജിൽ പോയി നിക്ക്. അപ്പൊ കാണാം കാണികളുടെ റിയാക്ഷൻ. റിഹേഴ്സൽ സമയത്ത് തന്നെ നിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ കണ്ടതാണല്ലോ നിന്റെ അഭിനയത്തിന്റെ മഹത്വം. ഒന്ന് പോടി. നീയേ മുഖത്ത് വല്ല പൗഡറോ മൈദാമാവോ തേച്ച് പോയി അഭിനയിക്ക്. ഇതേ ഞാനങ്ങ് കൊണ്ടുപോവാ. ഇതെന്ത് മേക്കപ്പ് കിറ്റാ? ഇതെനിക്കുള്ളതാ, എനിക്കുള്ളത് മാത്രം. എടോ വാടോ, മേക്കപ്പ് ഇടണ്ടേ? എന്താണ് ഒരു വിഷമം?
രമാ മാഡം തന്ന മേക്കപ്പ് കിറ്റ് ദക്ഷ എടുത്തോണ്ട് പോയി. ഏ ദക്ഷ എടുത്തോണ്ട് പോയെന്നോ? അതെന്ത് പണിയാണ്? അവളെ ഞാനൊന്ന് കാണട്ടെ. വേണ്ട, ഇനി പ്രശ്നത്തിനൊന്നും പോണ്ട. നാടകത്തിന് സമയമായി. എടോ എന്നാലും മേക്കപ്പ് ഇടണ്ടേ? അല്ലെങ്കിൽ തന്നെ പൊന്നും കൊടുത്ത് എന്തിനാടോ മേക്കപ്പ് ഒക്കെ? ആ മേക്കപ്പ് ബോക്സ് അവൾ കൊണ്ട് നന്നായി. പിന്നെ എനിക്കൊരു സങ്കടമേ ഉള്ളൂ, തന്നെ മേക്കപ്പ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത്. നീ ഇനി ദക്ഷയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അവിടെ ഇങ്ങനെ കുരച്ചുകൊണ്ട് നടക്കട്ടെന്നേ. നമുക്കിന്ന് സ്റ്റേജിൽ കയറി തകർക്കാനുള്ളതാ, അനശ്വര കാമുകി കാമുകന്മാരായിട്ട്. താ വാ, എന്റെ കയ്യിലുണ്ടല്ലോ മേക്കപ്പ് ഐറ്റംസ്, ഞാനിട്ടുതരാം. വാ. രക്ഷേ, ഏതായാലും നിന്റെ ഭാവി അമ്മായിയമ്മയെ സമ്മതിക്കണം. നിനക്ക് ഫുൾ സപ്പോർട്ട് തരുമെന്ന് പറഞ്ഞിട്ട് അവർ ഈ ഫോറിൻ മേക്കപ്പ് സെറ്റ് കൊടുത്തതോ അവരുടെ വേലക്കാരി പെണ്ണിനും.